ഹായ് ആമി, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം കമൻറ്റ് ചെയ്യുക എല്ലാവരും, എന്നാലാണ് എനിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ അടുത്തൊരു എപ്പിസോഡ് ചെയ്യാൻ. മാക്സിമം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, എന്താണ് അവസ്ഥ എന്ന് അറിയിക്കുക. പിന്നെന്താ, എല്ലാവരും സ്റ്റോറി ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. തന്നെ ആരെങ്കിലും കല്യാണം കഴിക്കുന്ന പോലുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ആയിഷയുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് അവൻ ടെൻഷനായി. ഇത് നല്ലതോ ചീത്തയോ? വരുന്നയാൾ അവളോട് നന്നായി പെരുമാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ അവൻ്റെ മകളെ തന്നിൽ നകറ്റി നിർത്തിയാൽ എന്ത് ചെയ്യും? കഫേ വെച്ച് ദീക്ഷയുമായുള്ള സംസാരം അവനെ വല്ലാണ്ട് ചിന്തിപ്പിച്ചു. ചേട്ടാ, ആയുഷി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എ സെക്ഷൻ. കുറച്ചു മുന്നേ ഒരു പെൺകുട്ടി വന്ന് കൊണ്ടുപോയത്. മോളും പറഞ്ഞു, അറിയാമോ, നൈബറാന്ന് പറഞ്ഞു. ആരോ ഓൾറെഡി ടെൻഷനിലായ കാരണം അതാരാന്ന് ചിന്തിക്കാനുള്ളൊരു ക്ലൂ പോലും അവനക്ക് ഉണ്ടായില്ല. ആയുഷി, കാറിൽ കയറ്. ആരവിൻ്റെ ദേഷ്യം കണ്ടപ്പോൾ ആയുഷ് പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ വേഗം വണ്ടിയിൽ കയറി. ബോധമില്ലേ? കുട്ടികളെ മഴയത്ത് കളിക്കാൻ വിട്ടേക്കാണോ? നാളെ അവൾക്ക് പനി വന്ന് എന്ത് ചെയ്യും? ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? ഇനി ഇവിടെ നിന്ന് മഴ നനയാതെ വീട്ടിൽ പോകാൻ നോക്ക്. ആരോ കാർ ഓടിക്കുന്നത് അങ്ങേയറ്റം നിശബ്ദതയിലായിരുന്നു. ഇപ്പോൾ തൻ്റെ അടുത്ത് പപ്പയല്ലെന്നും പപ്പയെ പോലുള്ള ഡെവിളാണെന്നും ആയിഷ മനസ്സിലാക്കി. ഇതേ സമയം ആയിഷയ്ക്കൊരു വിഷമം. താൻ കാരണമാണല്ലോ കൺമണിക്ക് ചീത്ത കേട്ടത്. വേണ്ട ആയുഷേ, വായ തുറക്കണ്ട. വായ തുറന്നാ ഈ പപ്പ കടുവ നമ്മളെ കടിച്ചു തിന്നും. ആയുഷി, ഇതെന്താ പുതിയ ശീലങ്ങള്? മഴ നനഞ്ഞ പനി വരെയൊന്നും അറിയില്ലേ നിനക്ക്? ശരി, അത് ഞാൻ ചോദിച്ച ഉത്തരം പറ. എന്തിനാ മഴ നനഞ്ഞേ? എനിക്ക് കൊതിയായിട്ടാരവേ, അതാ നനഞ്ഞേ. ദേഷ്യപ്പെടല്ലാരവേ. ഇപ്പൊ എന്ത് പറഞ്ഞാലും കേൾക്കില്ല. ഇപ്പൊ നല്ല വേള വരുന്നു കേട്ടോ ആയുഷി. സോറി ആരവേ. എത്ര സോറി പറഞ്ഞിട്ടും ആരവൻ്റെ ദേഷ്യം അടങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ആയിഷയുടെ 18ാമത്തെ അടവിറക്കി. സോറി പപ്പ, പ്ലീസ്, സത്യമായിട്ട് സോറി. ഞാൻ ഒരിക്കലും മഴ നനയില്ല. സോറി പപ്പ, പ്ലീസ് പ്ലീസ് പ്ലീസ്, സോറി. എല്ലാം ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് ഒരു സോറി പറഞ്ഞാൽ മതിയല്ലോ. ഇതെന്താ ചൂടുണ്ടല്ലോ? സത്യം പറ, മഴ മാത്രമേ നനഞ്ഞുള്ളൂ? ഒരേ ഒരു ഐസ്ക്രീം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നോക്ക്, ഇപ്പൊ എന്തായി? പനി പിടിച്ചില്ലേ? ഐസ്ക്രീമും കഴിച്ച് മഴയിലും നനഞ്ഞ്. ഇതൊക്കെ ചെയ്ത് എന്താവുന്ന എനിക്ക് അറിയോ? ഇത് ഞാൻ എന്തായാലും പറഞ്ഞാൽ നിനക്ക് എന്നോട് ദേഷ്യം. ഇതൊക്കെ ആരും നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്നേ. ഇപ്പൊ എന്തായി? ഇപ്പൊ ആർക്കാ പനി വന്നേ? നിനക്കാണോ
അത് എനിക്കാണോ? നിനക്കല്ലേ? പപ്പാ നിർത്തു പപ്പ. ചെവിക്ക് വായുണ്ടായിരുന്ന പപ്പേനെ ചീത്ത പറയും. ശരി ശരി, സോറി സോറി. ഓക്കെ, ഞാൻ സോറി പറഞ്ഞില്ലേ, ഇനി ആരോ പോയി സോറി പറ. ആരോട്? കൺമണിയെ ചീത്ത പറഞ്ഞില്ലേ റോഡിൽ വെച്ചിട്ട്? ആരുമല്ലേ പറയാറ് നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കരുതെന്ന്. ഇനി എങ്ങാനും ഹേർട്ട് ചെയ്താൽ പെട്ടെന്ന് സോറി പറയാൻ പറഞ്ഞിട്ടില്ലേ? അപ്പോഴാണ് അറിവിന് ഓർമ്മ വന്നത് കൺമണിയോട് എത്ര ഹാർഷായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യം. ഞാനാ ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞു, കൺമണി വേണ്ടാന്ന് പറഞ്ഞതാ. ഞാൻ കൂട്ടിയിട്ട് കൊണ്ടുപോയെ. അതിനുശേഷം മഴയിൽ നനഞ്ഞത് ഞാൻ തന്നെയാ. എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയതാ കൺമണി. കൺമണിയുടെ ഭാഗത്ത് തെറ്റില്ല പപ്പ, എല്ലാം ഞാനാ. കൺമണിയോട് ഇങ്ങനെ ചൂടാവണ്ടായിരുന്നു. ശരി, ഞാൻ സോറി ചോദിക്കാം. പ്രോമിസ്? പ്രോമിസ്. പിന്നെ നോക്കി പേടിപ്പിക്കല്ലേ, ഇതൊക്കെ സാധാരണ. ഇന്ന് മുതൽ 10 ദിവസത്തേക്ക് നോ ഐസ്ക്രീം. പപ്പ നോ മീൻസ് നോ. ചെല്ല് ചെല്ല്, പോയി കിടക്ക്. മഞ്ഞോളം പോലെ മനസ്സിൻ പുണ്യാഹം പോലെ ഇന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. എന്തേ ഉറക്കം വരുന്നില്ലേ? കണ്ണടച്ചുറങ്ങ. ഐ ലവ് യു പപ്പ. ഐ ലവ് യു ടു. മാറിൽ നീയോ ചായും നേരം മാനിൻ കുഞ്ഞാൻ മാറും നേരം വെള്ളി നിലാവാകുന്നേ ഞാനെന്നും നല്ലാരോമൽവാവേ. ചന്ദന തിന്നലിൽ ചാമരം വീശി വന്നോരോ രാവിൽ ആലില മഞ്ചമൊരുക്കേരുന്നോ ഞാൻ. മുത്തേ മുത്തേ ഇങ്ങനെ കുറച്ച് ഓവറായില്ലേ? കുറച്ചല്ല, പക്ഷേ പാവം. നല്ല പനി പിടിച്ചതാ തോന്നുന്നേ. ഇതൊക്കെ വേദനിക്കുന്നു. നമുക്കൊന്ന് വയ്യാണ്ടാവുമ്പോഴാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാമിലി മിസ് ചെയ്യാറ്. അതെ, കൺമണി ഇപ്പോൾ അവളെ ഫാമിലി നന്നായി മിസ് ചെയ്യുന്നുണ്ട്. അവളൊറ്റയ്ക്കാണ്. ശോഭമ്മ പോലും അടുത്തില്ല. ശോഭമ്മയുടെ മോളെ കാണാൻ വേണ്ടി പോയേക്കുക. അവളുടെ കൂടെ ആരുമില്ല. അവൾക്ക് വയ്യാത്ത കാര്യം ഏട്ടനോടും ഏട്ടത്തിയോടും അവൾ പറഞ്ഞില്ല. അവർ വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അടുത്തെന്താ ചെയ്യാ? വല്ല കഞ്ഞി വെച്ച് കുടിക്കാം. അവളത് അടുപ്പത്ത് വെച്ച് കുറച്ചു നേരം വന്ന് സോഫയിലിരുന്നു. അങ്ങനെ അവൾ അറിയാതെ ഒന്നും ഉറങ്ങിപ്പോയി. അയ്യോ, അവളത് വന്ന് നോക്കുമ്പോഴേക്കും ഭക്ഷണമെല്ലാം കരിഞ്ഞിരുന്നു. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തതും അറിയാതെ അവളെ കൈയൊന്ന് പൊള്ളി. വീട്ടിലായിരുന്നെങ്കിൽ ഏട്ടനും ഏട്ടത്തി ആരെങ്കിലുമൊക്കെ എനിക്ക് കഞ്ഞിയെങ്കിലും വെച്ച് തന്നേനെ, എനിക്ക് മരുന്നെടുത്ത് തന്നേനെ.
എന്നോട് ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞാല് നന്നായി നോക്കിയേനെ. അപ്പുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പപ്പ ചെയ്തേനെ. കണ്ടാലറിയാം ചുവന്ന കണ്ണുകൾ, ചുവന്ന മൂക്കുകൾ, പനി പിടിച്ചിരിക്കുകയാണെന്ന്. അകത്തോട്ട് വന്നോട്ടെ. കുറച്ചു സമയത്തേക്ക് ഇരുവരും നിശബ്ദരായി. സോറി. സോറി, ആയിഷിനെ ഞാൻ മഴയിൽ കളിക്കാൻ വിടാൻ പാടില്ലായിരുന്നു. അതുകൂടാതെ ഞാൻ ഐസ്ക്രീം വരെ വാങ്ങിച്ചു കൊടുത്തു. ഇല്ല, ഞാനാ സോറി പറയണ്ടേ. ലേറ്റ് വന്നു ഞാനാ. എന്തോ ടെൻഷനിൽ അങ്ങനെ ചൂടായിപ്പോയി. ആയിഷുവിനോട് പറഞ്ഞായിരുന്നു കണ്ണിന് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയെന്ന്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും റോഡിൽ വെച്ച് അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചൂടാവാൻ പാടില്ലായിരുന്നു. ഐ എം സോറി. ആയിഷയ്ക്ക് പനിയാ. അപ്പോൾ ഞാൻ വിചാരിച്ച് കൺമണിക്ക് പനിയായിരിക്കും. അതാ ഞാൻ കുറച്ച് കഞ്ഞിയായിട്ട് വന്നേ. അയ്യോ, എന്തിനാ വെറുതെ? എനിക്കുള്ള ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ആരും കിച്ചൻ്റെ ഭാഗത്തോട്ട് നോക്കി. ഈശ്വരാ, ഈ സുന്ദരയുടെ മുന്നിൽ എന്റെ മാനപ്പ പോലും. അത് കുറച്ചു കരിഞ്ഞു പോയി. കുറച്ചോ? ഇത് കഴിക്കാം. ഇതിൽ കഞ്ഞി മരുന്നുണ്ട്. അവളുടെ കൈ പൊള്ളിയ കാര്യം മറന്ന് ആ ചൂടുള്ള പാത്രം അവൾ വാങ്ങി. എന്തു പറ്റി? അത് റൈസ് എടുത്ത് മാറ്റുമ്പോൾ ജസ്റ്റ് കുക്കറുടെ സൈഡ് കൈമ തട്ടിയതാ. ശ്രദ്ധിച്ച് ചെയ്യണ്ടേ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ വേണമെങ്കിൽ വാരിത്തരാം. അതല്ല, തെറ്റായെന്ന് വിചാരിക്കല്ലേ. കണ്ണൂടെ കൈ പൊള്ളിയിരിക്കല്ലേ, അതാ. അയ്യോ, തെറ്റായിട്ടൊന്നും വിചാരിച്ചിട്ടില്ല. ഐ ക്യാൻ മാനേജ്. അവിടെ ആയിഷു ഒറ്റയ്ക്കല്ലേ, ആരോ പൊക്കോളൂ. വീട് ലോക്ക് ചെയ്തിട്ടാ വന്നേ. മോള് നല്ല ഉറക്കത്തില്ല, കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ ഹെൽപ്പല്ലേ, ഇതിലെന്തിരിക്കുന്നു? மாமங்கார ராத்திரி வந்தா மடியில கட்டிக்க, மாமன் சொன்ன சங்கதி எல்லாம் மனசுல வச்சுக்க. மாமங்கார ராத்திரி வந்தா மடியில கட்டிக்க, மாமன் சொன்ன சங்கதி எல்லாம் மனசுல வச்சுக்க. ஒரு மின்சார பார்வையின் வேகம் வேகம் உன்னோடு நான் கண்டு கொண்டேன். ஒரு பெண்ணோடு
தோன்றிடும் தாபம் தாபம் என்னோடு நான் கண்டு கொண்டேன், என்னை மறந்து விட்டேன். நான் இல்லை உன்னை இழந்து விட்டான். കൺമണി ടാബ്ലറ്റ് കഴിക്കേ. 5 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് കൺമണിക്ക് ഇതൊരു വീടായി തോന്നിയത്. ഷീ ഫെൽറ്റ് കെയർഡ്, ലവ്ഡ്. உன்னை பார்த்தெந்தன் தாய்மொழி கண்ணாலனே எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை.